ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ചെന്നൈയിലെത്തി കേട്ടോ. വന്ദേ ഭാരതിലാണ് വന്നത് നാഗർകോവിലിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്കും പിള്ളേർക്കൊക്കെ അത് ഫസ്റ്റ് ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടലാണ്, RD ടവേഴ്സ്. ഇത് മീനമ്പാക്കം എയർപോർട്ടിന് തൊട്ടരികിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ 5 ഡേയ്സ് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നൊരു ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ട് മാത്രമല്ല, സിനിമയിലും സീരിയലിലും ഒക്കെ തമിഴ് ഇൻഡസ്ട്രിയിൽ കുറച്ച് നല്ല ഫേമസ് ആയ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, മനോഹർ സാറിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അവർ ഒത്തിരി നാളായി അവരുടെ വീട് ഗൃഹപ്രവേശത്തിന് വേണ്ടി വിളിച്ചിരുന്നു. നമുക്ക് അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ലീവൊക്കെ ആയത് കാരണം ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. മോക്കും ഇപ്പോൾ കുറച്ച് ദിവസം ലീവുണ്ട്, ടാലൻ്റ് ലീവും പിന്നെ ഓണത്തിൻ്റെ ലീവ് അങ്ങനെയൊക്കെ ആയത് കാരണം. അപ്പം ഞങ്ങളെങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഇവിടുന്ന് മെട്രോ ഉണ്ട്, മീനമ്പാക്കം മെട്രോയിൽ കയറിയാൽ എളുപ്പം കോയമ്പേടിലെത്താം. പിന്നെ അവിടുന്ന് അവർ നമ്മളെ പിക്കപ്പ് ചെയ്തോളും. ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. 10 മിനിറ്റ്സ് ഇല്ല നമുക്ക് എയർപോർട്ടിൽ വരാൻ, എയർപോർട്ട് മെട്രോ. പിന്നെ അവിടെ ഇറങ്ങി അവിടുന്ന് നമ്മൾ കോയമ്പേടിലേക്ക് മെട്രോ ട്രെയിനിലാണ് പോയത്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ ചേട്ടൻ എന്നെ കിടന്ന് ഒത്തിരി വഴക്ക് പറയുമായിരുന്നു. അതായത് ഇതൊക്കെ വന്ന് വർഷങ്ങളായി, നീ ഇതെല്ലാം ആദ്യമായിട്ട് കാണുന്ന പോലെ ഇതൊക്കെ ഓരോന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെയൊക്കെ നിരുത്സാഹപ്പെടുത്താറുണ്ട് ചില സമയങ്ങളിലൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കും അറിയാം വന്ന് വർഷങ്ങളായി, നിങ്ങൾക്കും അറിയാം, പക്ഷേ എനിക്ക് ചാനൽ തുടങ്ങിയത് ഇപ്പോഴല്ലേ. അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണ്ടേ അല്ലേ. അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ, അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലും ഓരോ മൊബൈലുണ്ട്. എല്ലാവരും മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ വീഡിയോസ് വല്ലതും കാണും, അല്ലെങ്കിൽ അടുത്തവരോട് ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ അങ്ങനെയൊക്കെ എല്ലാവരും ഫോണും നോക്കിയിരിക്കുകയാണ്. ആര് കയറുന്നു ഇറങ്ങുന്നു അങ്ങനെ ഒന്നും ആരും നോക്കുന്നില്ല. എന്തിന് തൊട്ടരികിലിരിക്കുന്ന ആൾ ആരെന്നും കൂടെ അറിയുന്നില്ല. അങ്ങനെയായി ഇപ്പോഴത്തെ കാലം. പിന്നെ ഞങ്ങൾ അന്ന് വിനായക ചതുർത്ഥിയായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങുന്നത് വരെ ഓർമ്മയില്ല. പിന്നെയാണ് ആലോചിച്ചത് വിനായക ചതുർത്ഥിയാണ്. യൂഷ്വലായിട്ട് ഞങ്ങളെ വീട് ഗൃഹപ്രവേശം കഴിഞ്ഞ് ആദ്യത്തെ വിനായക ചതുർത്ഥിയാണ്. പക്ഷെ അതൊക്കെ മറന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്കിന്ന് നല്ലൊരു പൂജ കാണാൻ സാധിച്ചു. അതൊരു വലിയ തൃപ്തിയാണ് കേട്ടോ. ആ പൂജയിൽ പങ്കെടുക്കാനും സാധിച്ചു. അതായത് ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരവിടെ വിനായക ചതുർത്ഥി യൂഷ്വലായിട്ട് നമ്മളെ വീട്ടിൽ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും അതിനേക്കാളും ഗംഭീരമായിട്ടായിരുന്നു അവിടുത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ. അതായത് ഈ മനോഹർ സാറിൻ്റെ വീട്ടിൽ. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞങ്ങളങ്ങനെ കോയമ്പേട് മെട്രോയിൽ ചെന്നിറങ്ങുമ്പോൾ അവിടെ സാറിൻ്റെ മകൻ വന്നിരുന്നു നമ്മളെ പിക്കപ്പ് ചെയ്യാൻ. നമ്മളങ്ങനെ അവിടെ പോയി. നല്ലൊരു വാം വെൽക്കം ആയിരുന്നു. അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ നല്ല ഗംഭീരമായിരുന്നു. സ്പെഷ്യലായിട്ടൊരു വിനായകരൊക്കെ വാങ്ങിച്ചു വെച്ച് അവിടെ അങ്ങനെയുണ്ട്, മണ്ണിലുള്ള വിനായകനെ വാങ്ങിച്ചു വെച്ച് അന്ന് സ്പെഷ്യൽ പൂജകളൊക്കെ ചെയ്തിട്ട് പിന്നെ അതിനെ ഏതെങ്കിലും ജലത്തിൽ അങ്ങനെ അലിയിച്ച് കളയും. ഞങ്ങൾക്കത് അറിയില്ല, പക്ഷെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. കൊഴുക്കട്ട, പായസം ഇങ്ങനെയൊക്കെ സ്വാമിക്ക് വെച്ച് നിവേദ്യമൊക്കെ കഴിഞ്ഞു.
പിന്നെ അവസാനം ഞങ്ങൾ അവിടെ നിന്ന് നല്ലതായിട്ടൊക്കെ ആഹാരമൊക്കെ കഴിച്ചു. ഞങ്ങൾക്കെല്ലാം താഴെ എന്നെ കരുതി എല്ലാവരും മേലെ ഇരുന്നു. അവർക്കൊക്കെ ഇലകളിലായിരുന്നു കൊടുത്തത്. ആണുങ്ങളെല്ലാവരും അവരെല്ലാം ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങൾ 3 പേരും മാത്രം സാധാരണ പ്ലേറ്റിലിരുന്ന് കഴിച്ചു. കാരണം എനിക്ക് തറയിൽ ചമ്രം പടിഞ്ഞിരിക്കാൻ വയ്യ. പക്ഷെ അങ്ങനെ അന്നത്തെ വിനായക ചതുർത്ഥി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടുന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇന്ന് ഇത്ര തന്നെയാണ് വിശേഷങ്ങൾ. അതായത് വിനായക ചതുർത്ഥി വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും വിനായകൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.